പെൺതാടിയരങ്ങ് വാക്ക് വിശേഷിപ്പിക്കും പോലെ തന്നെ നൂറ്റാണ്ടുകളുടെ പഴമ പെരുമയിൽ ഇന്നും വിരാജിക്കുന്ന കഥകളി എന്ന മഹനീയ കല. തലമുറകൾ പലത് മാറിവന്നപ്പോഴും കഥകളിയുടെ മട്ടിലും പരുവത്തിലും അവതരണത്തിലും മാറ്റുകുറയാതങ്ങനെ പകർന്നാടുന്നു. വേഷപ്പകർച്ചയുടെ ചക്രവർത്തിയായി കിരീടമണിഞ്ഞ് കച്ചമണി വയ്ക്കുന്ന ഈ പൈതൃക കല ഇന്നും ആ പെരുമ നിലനിർത്തുന്നത് എങ്ങനെയാണ്? കടലും കടന്ന് പരക്കുന്ന പെരുമയ്ക്ക് ആധാരം എന്തൊക്കെയാണ്? ഈ കല മുന്നോട്ട് വയ്ക്കുന്ന വ്യത്യസ്തവും വൈവിധ്യവുമായ വേഷവിന്യാസങ്ങളോ ആ പെരുമയ്ക്ക് ആധാരം? ഇന്നതെന്ന് ഒന്നിനെ മാത്രമായി നിർവചിക്കുക വയ്യ. കഥാപാത്രങ്ങളുടെ വേഷപ്പൊലിമ തന്നെയാണ് ആ പട്ടികയിൽ മുന്നിൽ. പച്ച, കത്തി, കരി, താടി എന്നിങ്ങനെയുള്ള പാത്രരൂപങ്ങൾ കാണികളിൽ സൃഷ്ടിക്കുന്ന അത്ഭുതരസം തന്നെയാണ് കഥകളിയെ ഇന്നും നിലനിർത്തുന്നത്. കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ പതിയുന്നത് പല തലങ്ങളിലൂടെയാണ്. കഥ, കഥാപാത്ര വിന്യാസം, അവതരിപ്പിക്കുന്ന തട്ടകം, വേഷവിധാനങ്ങൾ, ഭാവരസപ്പകർച്ച ഇതൊക്കെ കാണികളിൽ ഒരു കഥാപാത്രത്തെ പതിപ്പിക്കാൻ കാരണമാകുന്നു. ഇതിൽ തന്നെ പച്ചയോ കത്തിയോ താടിയോ മിനുക്കോ കേമം എന്ന് ചോദിച്ചാൽ ഈ അളവുകോലിലൂടെയൊക്കെ കഥാപാത്രങ്ങൾ കടന്നുപോകും എന്നതാണ് ഉത്തരം. സത്വഗുണ കഥാപാത്രങ്ങളോട് പ്രതിപത്തിയും ഇഷ്ടവുമുള്ളതുപോലെ തന്നെ താടി കത്തി വേഷങ്ങൾക്കും ആരാധകരുണ്ട്. കഥകളി എന്ന പ്രതാപകലയിലെ ഉദ്ധത കഥാപാത്രങ്ങളുടെ അവതരണ രൂപമാണ് താടിവേഷങ്ങൾ. ചുവന്ന താടി, വെള്ളത്താടി, കറുത്ത താടി എന്നിങ്ങനെ വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു കഥകളിയിലെ താടിവേഷങ്ങൾ. താടിവേഷങ്ങളിൽ കേമത്തമേതിന് എന്ന് തിരക്കിയാൽ ചുവന്ന താടിയെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. അരങ്ങത്തെ കഥാപാത്ര പ്രവൃത്തി കൊണ്ടും കലാശങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും വേഷമികവ് കൊണ്ടും ചുട്ടിയുടെ എടുപ്പ് കൊണ്ടും പ്രതാപകേസരികളാണ് ചുവന്ന താടിവേഷങ്ങൾ. താടിവേഷങ്ങളുടെ പ്രചാരത്തിനായാണ് കഥകളിയുടെ പ്രചാരകർ താടിയരങ്ങ് എന്നൊരു ഉദ്യമം തുടങ്ങിവെച്ചത്. താടിവേഷങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകൾ മാത്രം ഉൾപ്പെടുത്തി കളി നടത്തുന്ന രീതി. അത്ര കണ്ട് പ്രചുര പ്രചാരത്തിലേക്ക് ഇത് എത്തിയില്ല എങ്കിലും താടിവേഷങ്ങളുടെ മാറ്റ് ആസ്വാദകരെ കൂട്ടാൻ കാരണഹേതുവായി. കഥകളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ പറയണു, മുമ്പ് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ ഹാർട്ട് നോക്കും, പൾസ് നോക്കും, വയറ് നോക്കും, ബ്രെയിൻ നോക്കും, കണ്ണ് നോക്കും, എല്ലാം ഒരു ഡോക്ടറെ എന്നതുപോലെ തന്നെ ഒരാചാര്യൻ്റെ കീഴിൽ ഇവിടെ പഠിപ്പിക്കുകയാണ്. കൊല്ല ആ ആചാര്യൻ എല്ലാം അറിഞ്ഞിരിക്കുന്ന ആചാര്യനാവും. ഈ കഥകളിയുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോരോ സെപ്പറേറ്റ് സബ്ജക്റ്റുകളെ ഇന്ന് അത് വേർതിരിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതിൻ്റെ പ്രാധാന്യം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ താടിയരങ്ങ് വന്നതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്.
പുരുഷ കേന്ദ്രീകൃതമായി അവതരിപ്പിച്ചും ആസ്വാദനം ശീലിച്ചും പോന്ന ഒരു കലാരൂപത്തിലേക്ക് സ്ത്രീ പ്രവേശം സാധ്യമായി കഴിഞ്ഞും അവർക്ക് നൽകിയിരുന്ന വേഷങ്ങൾ പലപ്പോഴും ആ വേർതിരിവ് വ്യക്തമാക്കുന്നവയായിരുന്നു. അരങ്ങത്ത് വീറും വാശിയും മെയ്ക്കരുത്തും അവശ്യം വേണ്ട കഥാപാത്രങ്ങൾ അവർക്ക് പിന്നെയും അന്യം തന്നെയായിരുന്നു. ഈ പുരുഷ മേധാവിത്വമുള്ള കലയെ സ്ത്രീകൾ എടുത്ത് കൈകാര്യം ചെയ്തു തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു 13-14 വയസ്സിൽ പെൺകുട്ടികൾ കൃഷ്ണൻ്റെ വേഷങ്ങളാണ് കൂടുതൽ പഠിക്കുക. അല്ലാതെയും പഠിച്ചവരില്ല, അപൂർവമായി. ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരത് നിർത്തി. എന്തുകൊണ്ടത് നിർത്തണമെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഭാവി ശ്രദ്ധിച്ചും കൊണ്ട്, ഭാവിയാണ് പെൺകുട്ടികളുടെ ഭാവി ഒരു സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യത്തിന് പേടിച്ചും കൊണ്ട്, അതുകൊണ്ടാണ് ഈ കഥകളിയിൽ പുരുഷ മേധാവിത്വമുള്ള ഈ കലയിൽ ലേഡീസ് കൂടുതൽ, പെൺകുട്ടികൾ കൂടുതൽ പഠിക്കാൻ വരാണ്ടിരുന്നത്. ഇന്ന് അതിന് ധാരാളം രക്ഷിതാക്കൾ പഠിക്കാൻ വിടുകയും ഇതിൽ ഈ കഥകളിയിലെ ഏത് വേഷങ്ങളും എടുത്താൽ കൈകാര്യം ചെയ്യാൻ ഒട്ടും പ്രയാസമില്ല എന്നും പോയി കളിക്കുന്ന സ്ഥലത്തും കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ ഉറപ്പാണ്. വളരെ വിശ്വസിച്ച് എവിടെ പോയി വേണമെങ്കിലും പെൺകുട്ടികൾക്ക് ഏത് കളിച്ച് മടങ്ങി വരാം. ഈ ചുവന്ന താടി എന്നുള്ളൊരു സബ്ജക്റ്റ് ഒരു കാലഘട്ടത്തിൽ ബുദ്ധി കുറഞ്ഞ കുട്ടികളെ കൊണ്ട് അതിന് അത്രയും നോക്ക് അലർട്ട് അത് മൂന്ന് വേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെ കാണിച്ചാൽ അത് അങ്ങനെ അതല്ല. അതിനെ ആദ്യവസാനം ചൊല്ലിയാടി കഴിഞ്ഞ ഒരു ആചാര്യനായിരിക്കണം ബാലി കെട്ടുക. അന്ന് ഈ ബാലി കെട്ടുന്ന ആൾ വളരെ മുമ്പ് തന്നെ വാലി കെട്ടുന്ന ആൾ ആദ്യവസാനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബാലി ഒയ്ക്കൻ, ബാലിയുടെ വേഷത്തിന് ഏറ്റവും പ്രധാനം ഉണ്ടാക്കിയത് ബാലി ഒയ്ക്കനാണ്. അപ്പോൾ അങ്ങനെ ഈ ചുവന്നാടി വേഷങ്ങൾക്ക് പ്രാധാന്യം കൂടി വന്നപ്പോൾ ഈ കൃഷ്ണൻ്റെ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടുവന്ന ഈ സ്ത്രീ കുട്ടികൾ ആദ്യവസാനങ്ങൾ തുടങ്ങി, ഇടത്തരം വേഷങ്ങൾ തുടങ്ങി, ആദ്യവസാനങ്ങൾ തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് ചുവന്നാടി വേഷങ്ങൾ അപൂർവമായിട്ട് മുമ്പ് പെൺകുട്ടികൾ കെട്ടിയിട്ടില്ല. ഈ കൂടുതൽ ചുവന്നാടി വേഷമെല്ലാം 5 കഥയിലെ വേഷങ്ങളാണ് ചുവന്നാടി വേഷങ്ങൾ ഇവർ കെട്ടും. അതൊരു മനസ്സിൻ്റെ ധൈര്യമാണ്, മനസ്സിൻ്റെ പവറാണ് കുട്ടികൾ. അത്രത്തോളം ഈ വേഷങ്ങൾ എടുത്ത് അരങ്ങത്ത് ചെയ്യാനുള്ള വിൽപ്പവർ അവരുടെ ഉള്ളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുമ്പ് എന്താ വെച്ചാൽ ഒരു ആദ്യവസാന വേഷം കിട്ടാൻ 10 കൊല്ലം കഴിയണം. അതെന്താ വെച്ചാൽ നല്ലോണം കുട്ടിത്തരം കെട്ടി പാകത വന്നാലേ ഇടത്തരം കെട്ടിക്കുള്ളൂ. ഇടത്തരം കെട്ടി വേഷങ്ങൾ നല്ലോണം പാകത വന്നാലേ ആദ്യവസാനങ്ങൾ കെട്ടിക്കുള്ളൂ. അങ്ങനെ ഒരു ശീലത്തിന് മാറ്റി മനസ്സിൻ്റെ വിൽപ്പവർ നല്ലോണം കൊടുത്തും കൊണ്ട് ഇത് പറഞ്ഞു മനസ്സിലാക്കി ആത്മധൈര്യം കൊടുത്തിട്ട് കെട്ടാൻ ഉള്ള പഠിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിത്തീർന്നതോടുകൂടിയാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് വളർച്ച വന്നത്, നടക്കുന്നത്. ഇന്നത്തെ ഉദാഹരണം ഈ താടി അരങ്ങൻ്റെ പ്രത്യേകതയാണ്.
താടിവേഷങ്ങൾക്ക് പെണ്ണരങ്ങ് നൽകുന്നതിൽ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ മാതൃകയാണ് പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം. പ്രായം മാനദണ്ഡമാക്കാതെ വേഷപ്പകർച്ചയ്ക്ക് കോപ്പുകൂട്ടുന്ന കളിയരങ്ങിന്റെ പെൺപട. കഥകളിയരങ്ങിന് പ്രതീക്ഷയും ആവേശവുമായി 50-ലധികം കലാകാരികൾ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൽ ഈ കല അഭ്യസിക്കുന്നു. കലാമണ്ഡലം വെങ്കിട്ടരാമന് കീഴിൽ അഭ്യസിച്ച് തെളിയുകയാണ് കളിയരങ്ങിന്റെ പുതുതലമുറ. ഒരു പറ്റം സ്ത്രീ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെട്ട കളിയരങ്ങിലേക്ക് വനിതകൾ എന്ന ആശയത്തിൻ്റെ ചുവട് പിടിച്ചാണ് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം ഇന്ന് 21ാമത്തെ വാർഷികത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇന്ന് ഈ സുദിനത്തിൽ ചുവന്നതാടി അരങ്ങാണ്, അതും പ്രത്യേകിച്ച് വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ചുവന്നതാടി അരങ്ങ്. 7 സ്ത്രീകൾ 5 കഥകളിലായിട്ടാണ് വേഷമിടുന്നത്. കഥകളിയിലെ എണ്ണപ്പെട്ട ഘനപ്പെട്ട ജരാസന്ധൻ, മാലി സുമാലി മാല്യവാന്മാർ, കലി, ബാലിസുഗ്രീവന്മാർ, വീരഭദ്രൻ തുടങ്ങി താടിവേഷങ്ങളുടെ ആസുരമായ ഭാവവും ചടുലമായ കലാശങ്ങളും കോർത്തിണക്കി പുരുഷന്മാർ മാത്രം അരങ്ങിൽ സാധ്യമാക്കിക്കൊണ്ടിരുന്ന ആ വേഷങ്ങളുടെ ഒരു പകർന്നാട്ടമാണ് ഈ സുദിനത്തിൽ 7 വനിതകൾ ഇവിടെ സഫലീകരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇത്തരുണത്തിൽ കഥകളി കൂട്ടായ്മയിൽ തന്നെ വനിതകൾ അവതരിപ്പിക്കുന്ന ചുവന്നതാടി അരങ്ങ് രൂപപ്പെടുന്നത്. ഞാൻ ശരണ്യ പ്രേംദാസ്. ഞാൻ ആദ്യമായിട്ട് താടിവേഷം അവതരിപ്പിക്കുന്നത് എൻ്റെ 15ാം വയസ്സിലാണ്. അതും ബാലിവധത്തിലെ സുഗ്രീവനായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിനുശേഷം സമ്പൂർണ്ണ ദുര്യോധന വധത്തിലെ ദുശാസനായിട്ട് ഞാൻ അരങ്ങിൽ കയറിയിരുന്നു. കഴിഞ്ഞ കൊല്ലം വാർഷികത്തിന് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൻ്റെ വാർഷികത്തിന് മല്ലയുദ്ധത്തിലെ മല്ലനായും ഞാൻ അരങ്ങിൽ എത്തിയിരുന്നു. ഇപ്പോൾ രാജസൂയത്തിലെ ജരാസന്ധനായിട്ട് കയറുന്നു. എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം തന്നത് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വെങ്കിട്ടരാമൻ ആശാനും കൂടെയാണ്. എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചത് ആശാന് വലിയൊരു പങ്കുണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഓരോ വേഷങ്ങളും ഓരോരുത്തർക്കായിട്ട് ആശാൻ ചെയ്തു കൊടുക്കാറും ഉണ്ട്.
കഥകളി ഗ്രാമത്തിന്റെ വാർഷികം എല്ലാ വർഷവും കൊണ്ടാടുന്നുണ്ട്. അതിനെ നമുക്ക് കഥകളീയം എന്ന് വിളിച്ചാലും തെറ്റില്ല. വാർഷികത്തിൽ കഥകളിയല്ലാതെ ഒന്നുമില്ല. കഥകളിയായതെല്ലാം ഉണ്ട് താനും. കലാമണ്ഡലം രാമൻകുട്ടി നായരാശാന്റെ ഓർമ്മ പകർച്ചയാണ് കഥകളി ഗ്രാമത്തിന്റെ വാർഷികം. കഥകളി എന്ന കലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് കളിയഴകുകൊണ്ട് പ്രണാമമർപ്പിക്കുകയാണ് ഈ കലാകാരികൾ. കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിന്റെ 2024 വാർഷികാഘോഷങ്ങൾ രാമൻകുട്ടി നായരാശാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു. ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന കളിമേളങ്ങൾക്ക് കച്ചയൊരുക്കുകയായിരുന്നു ഒരു പറ്റം പെൺതാരങ്ങൾ. രാജസപ്രഭാവനായ താടിവേഷങ്ങളുടെ തമ്പുരാന് പുതുതലമുറയുടെ തൊഴുതുകുമ്പിടൽ. കഥകളി ഗ്രാമത്തിന്റെ വാർഷികത്തിന്റെ 2ാം നാളാണ് താടിയരങ്ങ് വേദിയിൽ തിരനോക്കിയത്. സ്ത്രീകൾ പൊതുവിൽ ചെയ്ത് ശീലമില്ലാത്ത, കളിയരങ്ങിൽ തന്നെ അത്ര തന്നെ പതിവില്ലാത്ത മാല്യവാൻ എന്ന കഥാപാത്രത്തോടെയാണ് അരങ്ങുണർന്നത്. കഥകളി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയേറെ വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് വനിതകളുടേതായ ഒരു താടി അരങ്ങ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൻ്റെ ഒരു വലിയ മഹത്തായ ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ ഈ പാലക്കാട് ഇവിടെ ജനിച്ചത് എന്ന് പറയണം. കാരണം ധാരാളം വനിതകൾ കഥകളി ലോകത്തിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 7 വയസ്സിൽ തുടങ്ങിയ ആളാണ്. നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം ഒരു അരങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം കുട്ടിക്കാലത്ത് പഠിച്ചു തുടങ്ങുമ്പോൾ കഥകളി മറ്റ് പഠിക്കുന്ന, അതായത് ഇപ്പോൾ ഒരു കളരിയിൽ നിഷ്കർഷിച്ച് ചൊല്ലിയാടി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇന്ന് പങ്കെടുത്ത ഒരു വനിതയ്ക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ അടുത്തു നിന്നും വളരെ അവരുടെ നിഷ്കർഷയിൽ പഠിച്ച് കഥകളിയോടുള്ള അഭിനിവേശം കൊണ്ട്, അതിനോടുള്ള വലിയ ആഗ്രഹം കൊണ്ട് ഈ ഒരു കഥകളി ലോകത്ത് നിലനിന്ന് പോവുകയാണ്. എൻ്റെ ഒരു കുട്ടിക്കാലത്തു നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴുള്ള ഗുരുനാഥന്മാർ കുറേ അധികം പെൺകുട്ടികളെ ഒരുപാട് വിശ്വസിച്ച് വലിയ വേഷങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ഞങ്ങൾ കുറച്ച് മുതിർന്നവരൊഴിച്ചാൽ ബാക്കി വേഷം ചെയ്ത കുട്ടികളെല്ലാവരും ഒന്നില്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ കൈകളിലേക്ക് ഇത്രയും സാങ്കേതികമായി നിഷ്കർഷയോടുകൂടി ചെയ്യേണ്ട, അരങ്ങിൽ ശാരീരിക അധ്വാനം കൂടുതലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള വേഷങ്ങളെല്ലാം ഒരു സംശയവുമില്ലാതെ ഗുരുനാഥന്മാർ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഗുരുനാഥൻ്റെയും പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരു മനസ്സും അവരുടെ ഒരു ധൈര്യമാണ്.
ഇനിയൊരു കാലഘട്ടം പെൺകുട്ടികളെ കഥകളിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാതെ അല്ലെങ്കിൽ പെണ്ണരങ്ങിലേക്ക് കാഴ്ച മാറ്റേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പെൺകുട്ടിയാണ്, സ്ത്രീയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റാത്ത പോലെ കഥകളി ലോകത്തേക്ക് പെൺകുട്ടികളും സ്ത്രീകളും വളരെ ശക്തമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 വർഷത്തിനിപ്പുറം ഞാൻ ഈ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൻ്റെ ഈ വാർഷിക പരിപാടിയിൽ പല വേഷങ്ങൾ ചെയ്ത് ഇവരുടെ ഒപ്പം, ഇവരുടെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ ഇവരുടെ വെങ്കിടിയാശാൻ പറയുന്ന പോലെ ഈ കുട്ടികളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതീകമായൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ സാധിക്കുമെന്ന് വിചാരിക്കാത്ത ഇങ്ങനൊരു വേഷം, ഒരു താടിവേഷം സ്വതവേ എൻ്റെ പൊക്കമില്ലായ്മ കൊണ്ട് പതിവില്ലാത്തൊരു വേഷം. അപ്പോൾ അങ്ങനെയുള്ള എന്നെക്കൊണ്ട് മാല്യവാൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, അത് ഒരു പക്ഷേ സ്ത്രീകൾ ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ നടപ്പില്ലാത്തൊരു ഭാഗം, 3 താടിവേഷം ഒരുമിച്ച് വരുന്നു. രാവണോത്ഭവത്തിലെ ഒരു ഭാഗം, കുറച്ച് പണിയെടുക്കാനൊക്കെ ഉള്ളൊരു താടി വേഷം. അപ്പം അതിനെ ഇത്രയും എന്നെ വിശ്വസിച്ചത് ഏൽപ്പിച്ച് ഞാനത് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമുക്കൊരു അരങ്ങ് തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരു പാഠമായിക്കൊണ്ടും നമ്മുടെ ഒപ്പമുള്ളവർക്കൊരു ഊർജമായിക്കൊണ്ടും നിലനിന്ന് പോകുന്ന ഈ ഒരു സംരംഭത്തിനെ എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല. എന്നാലും ഇതൊരു കൂട്ടായ്മയുടെ, ഒരു പെൺകുട്ടികളെ, വനിതകളുടെ ഒരു കൂട്ടായ്മയിലൂടെ കഥകളി എന്ന മഹത്തരമായ കഥ, അല്ലെങ്കിൽ കല ലോകമെമ്പാടും വീണ്ടും വീണ്ടും ഉന്നതിയിലേക്ക് പോകുന്നുള്ളതിന് സംശയമൊന്നുമില്ല. താടിയരങ്ങിൽ തകർത്താടുന്ന അങ്കനമാരെ അകമഴിഞ്ഞാശംസിക്കാൻ ആശാന്മാരും കാണികളായെത്തി. എടുത്താൽ പൊങ്ങാത്തതെന്നും ആദ്യാവസാന വേഷം പഠിച്ചവർ മാത്രം ചെയ്യേണ്ടത് എന്നും പുരുഷന്മാർക്ക് മാത്രം ചെയ്തു ഫലിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് തുടങ്ങി പലതരം വേർതിരിവുകൾ സ്ത്രീകൾക്ക് മുന്നിൽ കെട്ടിത്തിരിച്ചിട്ടും അതെല്ലാം മറികടന്ന് താടിയരങ്ങിനെ സമ്പന്നമാക്കിയ പെൺപെരുമകളെ കണ്ട് അവർ തെല്ലൊന്ന് അതിശയിച്ചുവോ എന്നും സംശയം. 2008 നാണുനായർ സ്മാരക കലാകേന്ദ്രം താടിയരങ്ങ് സംഘടിപ്പിച്ചു. അന്ന് 2 വനിതകൾക്കാണ് അന്ന് അവസരം ഉണ്ടായത്. ഇന്നതല്ല, കലാമണ്ഡലം വെങ്കിട്ടരാമ ആശാൻ്റെ കീഴിൽ അഭ്യസിക്കുന്ന വനിതകൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ, ഒരു പറ്റം കുട്ടികൾ കഥകളിയോടുള്ള മോഹം കൊണ്ട്, അല്ലെങ്കിൽ കഥകളിയോടുള്ള അവരുടെ അടങ്ങാത്ത ആവേശം കൊണ്ട് അവർ കഥകളി അഭ്യസിക്കാൻ വന്ന് പച്ചവേഷം, കൃഷ്ണൻ മുതൽക്കുള്ള പച്ചവേഷങ്ങൾ, സ്ത്രീവേഷങ്ങളെല്ലാം ചെയ്ത് ഇന്ന് ചുവന്നതാടിയിലെത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അന്യമാണെന്ന് ഒരു കാലത്ത് വിചാരിച്ചിരുന്ന ചുവന്നതാടി ഇന്ന് സ്ത്രീകൾക്ക് അവരുടെ കയ്യിൽ അത് വളരെ സുരക്ഷിതമാണെന്നും ഞങ്ങൾക്കും ഇതിൽ പലതും ചെയ്യാനുണ്ടെന്നും ഞങ്ങളും ചുവന്നതാടി ചെയ്ത് മുന്നോട്ട് വരുമെന്നും ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത പോലെയാണ്. ഒളിച്ചു ചതി ചെയ്തതു ചേരാ, ഒളിച്ചു ചതി ചെയ്തതു ചേരാ, നരമാംസം ഭുജിപ്പതിന്നു യോഗ്യമോ, നരമാംസം ഭുജിപ്പതിന്നു യോഗ്യമോ, വാനരമാംസം ഭുജിപ്പതിന്നു യോഗ്യമോ, മാനുഷമണേ ചർമ്മം ഒന്നിനുമാകാൻ, മാനുഷമണേ ചർമ്മമൊന്നിനുമാകാൻ. സ്ത്രീകൾ പലരും ചുവന്നതാടിയെ ഞങ്ങൾക്ക് സമീപിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ചുവന്നതാടി എന്ന് വിചാരിച്ചിരുന്നൊരു കാലത്ത് നിന്ന് ചുവന്നതാടി ഞങ്ങൾക്കും വഴങ്ങും, ഞങ്ങളും ഈ കഥകളിയിലെ മറ്റുള്ള വേഷങ്ങളെ പോലെ തന്നെ ചുവന്നതാടി ഞങ്ങൾക്ക് വഴങ്ങുമെന്ന അവരുടെ ആത്മവിശ്വാസത്തിനാണ് ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. അത് പിന്നെ പരിമിതികളുണ്ടാവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചുവന്നതാടി കെട്ടി വരുന്ന കാലത്ത് എനിക്ക് ധാരാളം പരിമിതികളുണ്ടായിരുന്നു. എങ്ങനെ അലറണം, എങ്ങനെ ഇത് അരങ്ങിൽ പ്രസൻറ്റ് ചെയ്യണം, എന്ത് ചെയ്താലാണ് അനുഭവം ഉണ്ടാവുക,
അത് നമുക്കൊരു വേഷം കൊണ്ടാവില്ല, ധാരാളം ചെയ്താലേ നമുക്കാവുള്ളൂ. പ്രവൃത്തി പരിചയം എന്ന് പറയും, അത് കുറേ അരങ്ങുകൾ കിട്ടട്ടെ അവർക്ക്. ഇന്നത്തെ ഈ സംഭവം തന്നെ ഇതിനൊരു വലിയ തുടക്കമാവും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഒരു സ്ത്രീ താടി അരങ്ങ് ചരിത്രത്തിലാദ്യമാണ്. ഇപ്പോൾ എല്ലാറ്റിനെയും മാറ്റിമറിച്ച് അതും ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചത് അധികം സ്ത്രീകളും സ്ത്രീവേഷത്തിലേക്കല്ല താല്പര്യം. അത് വലിയ പോയിൻ്റാണ് അത്. കാരണം അവർക്ക് വെറുതെ സ്ത്രീവേഷം കെട്ടിയിട്ട് അങ്ങനെ നിൽക്കാനല്ല താല്പര്യം. അവരിൽ എല്ലാവരും പറയും നമ്മളൊരു മനുഷ്യനിൽ എല്ലാം ശതമാനം കണക്കിനുണ്ട്. നമ്മളിൽ പൗരുഷമുണ്ട്, സ്ത്രൈണതയുണ്ട്. നമ്മളത് പ്രകടിപ്പിക്കുന്നതിനനുസരിച്ചാണ്. ഇപ്പം ഇവിടെ പെൺകുട്ടികൾ ഒരു ചുവന്നാടി കെട്ടിയിട്ട് സ്ത്രൈണതയല്ല, അവരുടെ ഉള്ളിൽ ഞാൻ ചുവന്നാടിയാണ് കെട്ടിയത്, അല്ലെങ്കിൽ ഞാൻ ബാലിയാണ് കെട്ടുന്നത്, ഞാൻ സുഗ്രീവനാണ്, ഞാൻ ഭഗനാണ്, ഞാൻ കലിയാണ്, ഞാൻ ദുശാസനാണ് എന്ന ചിന്തകളാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്നത്. അതിനോട് എത്രണ്ട് അടുക്കുന്നോ അതിനനുസരിച്ചാണ് പെർഫോമൻസ് വലിപ്പം കൂടുക എന്ന് പറയുക. അപ്പോൾ ഇവരെന്തായാലും ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്, അതിനൊരു തർക്കമില്ല. കാരണം സംഭവിച്ചു തുടങ്ങി. വെറും കാഴ്ചക്കാരിൽ നിന്ന് കഥകളി സംഭാഷണമാക്കിയവരിലേക്ക്, പിന്നെ അത് അഭ്യസിക്കുന്നവരിലേക്ക്, പിന്നെ പതുക്കെ കുട്ടിത്തര വേഷങ്ങൾ, കൂട്ടുവേഷങ്ങൾ, പിന്നെയും കാലപ്രയാണത്തിൽ എണ്ണം പറഞ്ഞ വേഷക്കാരികളായി. ഏത് വേഷവും കെട്ടാൻ പോന്ന മെയ്യുറപ്പോടെയാണ് തങ്ങൾ വേദിയിലെത്തുന്നത് എന്ന് കെട്ടിയാടി കാട്ടിക്കൊടുക്കുകയാണ് താടിയരങ്ങിൽ വേഷം കെട്ടിയ വനിതാ കലാകാരികൾ. ഈ താടിയരങ്ങിൽ മുഴുനീള ചുവന്ന താടി കലി ഉൾപ്പെടുന്ന താടിവേഷം കെട്ടുന്ന മുഴുവൻ സ്ത്രീകളാണ്. അതായത് 5 കഥകളിൽ 7 പേരാണ് ഈ താടിവേഷം കെട്ടുന്നത്. അപ്പോൾ താടിവേഷം സ്ത്രീകൾക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം വരാം. ഇത് പണ്ട് കത്തിവേഷം സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് താടിവേഷം ചെയ്യാൻ സാധിക്കുമോ എന്ന്. ഇതിപ്പോൾ താടിവേഷം അനവധി സ്ത്രീകൾ കെട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇത് പക്ഷെ ഉടനീള സ്ത്രീകൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു പക്ഷെ ആദ്യത്തെ ഒരു അരങ്ങായിരിക്കും. പിന്നെ കഥകളിയിൽ ഇപ്പോൾ സ്ത്രീകൾക്കൊന്നും സാധിക്കാത്തതില്ല എന്ന് എല്ലാവരും കളിച്ച് കാണിക്കുന്നുണ്ട്. കത്തിവേഷമായാലും ശരി, പച്ചവേഷങ്ങളും എല്ലാം, താടിവേഷങ്ങളായാലും അനവധി സ്ത്രീകൾ ഈ രംഗത്തേക്ക് മുന്നോട്ട് വരുന്നുണ്ട്, താടിവേഷം കെട്ടുന്നുമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു അരങ്ങ് വളരെ ആവശ്യമായിരുന്നു. അതായത് ഇതിലും കൂടിയും പുറകോട്ടല്ല സ്ത്രീകൾ, എന്തായാലും സ്ത്രീകൾക്ക് ഇതും സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തരുന്ന ഒരു സന്തോഷം, ചുവന്ന താടി കൂടി മുഴുവൻ ഉടനീള സ്ത്രീകൾ കെട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ഒരു ശക്തി തന്നെയാണ്. പിന്നെ എന്തും നമുക്ക് ചെയ്യാം, സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ളൊരു, അത് ത്യാഗം സഹിച്ചത് പഠിക്കാനുള്ളൊരു ആഗ്രഹം, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. സ്ത്രീകൾക്ക് സാധിക്കാത്തത് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നടക്കുന്ന താടി അരങ്ങിലും സ്ത്രീകളൊട്ടും പുറകോട്ടല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ താടിയരങ്ങിൽ ഇന്ന് ഞാൻ കെട്ടുന്ന വേഷം ബാലിവധത്തിലെ ബാലിയാണ്.
ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്ത്രീകൾ താരതമ്യേന വളരെ കുറവായിരുന്നു കഥകളിയിൽ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുവിധം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ കഥകളി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനൊരു വിപുലമായ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടി നമ്മളെപ്പോലുള്ളവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇക്കൊല്ലം ഞാൻ ചെയ്യാൻ ഇവിടെ പോകുന്നത് കലിയാണ്. താടി വേഷങ്ങൾ പൊതുവേ സ്ത്രീകൾ അധികം കൈവയ്ക്കാതിരുന്നേർന്നൊരു മേഖലയാണ്. അതിൻ്റെ കുറ്റിച്ചാമരത്തിൻ്റെ ഭാരം എല്ലാം കൂടി അതൊക്കെ തന്നെയാണ് എൻ്റെ പ്രത്യേകതകൾ. അലർച്ച അതൊക്കെ ഒരു വെല്ലുവിളിയാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം. പക്ഷേ നമ്മളതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു ശ്രമം. യാമിഞ്ഞാനവളെ ആനയിപ്പതിനു 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 യാമിഞ്ഞാനവളെ ആനയിപ്പതിനു. വേഷക്കാരും മേളക്കാരും അണിയറക്കാരും തമ്മിലുള്ള മനപ്പൊരുത്തമാണ് കഥകളി ഗ്രാമത്തിലെ സ്ത്രീ കലാകാരികളുടെ ആത്മവിശ്വാസത്തിന് ആധാരം. അത് വേഷക്കാരും അണിയറക്കാരും ഒരുപോലെ സമ്മതിക്കും. എൻ്റെ പേര് കോട്ടക്കൽ കുഞ്ഞിരാമൻ. ഞാൻ ഒരു 55 വർഷമായിട്ട് ഈ കഥകളി ഫീൽഡിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരാളാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായർ മുതൽ എന്താണ് രാമൻകുട്ടി ആശാൻ, പത്മാവൻ നായർ, കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായർ ആശാൻ, ഇങ്ങനെ തുടങ്ങിയുള്ള മഹാരഥന്മാരെ മുഴുവൻ ഞാൻ ഉടുത്തു കെട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ സ്ത്രീകളാണ് കൂടുതൽ കഥകളിയിലേക്ക് വരുന്നതാണ് ഇപ്പോഴത്തെ അറിവിൽ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. കാരണം അവർ വളരെ ശ്രദ്ധയോടുകൂടെ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. പഴയ ആശാന്മാരെ പോലെ തന്നെ അവരും വളരെ ഉത്സാഹമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ രഞ്ജിനി സുരേഷിൻ്റെ ഞാൻ ഉടുത്തിട്ടുന്നത് വളരെയധികം ഇതാണ്. അപ്പോൾ കൊണ്ടാസം ഒരു പ്രാവശ്യം ഉടുത്തിട്ട് ഇപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം അവർക്ക് ചെറിയ ഉടുത്തിട്ടേ വേണ്ടു. അപ്പോൾ കുഞ്ഞിരാമേട്ടൻ തന്നെ ഉടുത്ത് കിട്ടണം എന്നുള്ളൊരു നിർബന്ധം അവർക്ക് ഒന്നും കൂടി അവരത് പറയുകയും ചെയ്തു. കുഞ്ഞിരാമേട്ടൻ തന്നെ ഉടുത്ത് കിട്ടണം പിന്നെന്താണ്, അതാണ് എനിക്കിഷ്ടം എന്ന് അവരൊന്നും കൂടിയും പറഞ്ഞു. ഇന്നും ഞാൻ ഉടുത്ത് കിട്ടിച്ചു. പിന്നെ സ്ത്രീകളെയും പഴയ സ്ത്രീകളെയും പിന്നെ കോട്ടയം ഗംഗ അതേമാതിരി ഇങ്ങനെയുള്ള സ്ത്രീകളെ പഴയ സ്ത്രീകളെയും ഞാൻ ഉടുത്ത് കിട്ടിച്ചിട്ടുണ്ട്. ഇതിന് മുൻകാലങ്ങളിൽ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഒരു സിൻഡ്രല്ല എന്ന് പറഞ്ഞൊരു കഥ, രചന സ്ത്രീയായിരുന്നു, അവതരണം സ്ത്രീകളായിരുന്നു എന്നുവേണ്ട എല്ലാ തരത്തിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി. സാധാരണ സ്ത്രീകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും രചയിതാവ് സ്ത്രീകളാവാറില്ല. ഇവിടെ സിൻഡ്രല്ല കഥ അവതരിപ്പിക്കുമ്പോൾ രചയിതാവും സ്ത്രീകളായിരുന്നു. അത് കേരളത്തിൽ എന്നല്ല കഥകളി ലോകത്ത് തന്നെ ആരും ചെയ്യാത്ത ഒരു ചുവടുവയ്പ്പായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതിന് മുൻ വർഷങ്ങളിൽ ഒരു വർഷം സ്ത്രീകൾക്ക് അവതരിപ്പിക്കാൻ വളരെ പ്രയാസമുള്ള, അല്ലെങ്കിൽ അത് സമൂഹത്തിന് അത്ര ഫ്ലെക്സിബിളായിട്ട് തോന്നാത്ത ചില വേഷങ്ങളുണ്ട്. ബ്രാഹ്മണൻ തുടങ്ങിയിട്ടുള്ള വേഷങ്ങൾ, സന്താനോപാലം ബ്രാഹ്മണൻ, അങ്ങനെയുള്ള ഒരു 5 തരം വേഷങ്ങൾ കഥകളി ഗ്രാമം വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ അതും അവതരിപ്പിച്ചു. സാംസ്കാരികമായി ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു പദ്ധതിയും കൊണ്ടാണ് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിലെ കലാമണ്ഡലം വെങ്കിട്ടരാമനാശാൻ സ്ത്രീകളെ വെച്ചുകൊണ്ട് ഈ കാലം എത്രയും നടത്തി പോന്നിട്ടുള്ളത്. എന്നും കഥകളി ലോകത്ത് കേരളത്തിന് ഒരു മഹത്തായ സംഭാവന തന്നെയാണ് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം എന്ന കഥകളി വിദ്യാലയം സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തു പോരുന്നത്. നീരജ
സംഭവാനന്ദന സുമതേ നീരജ സംഭവാനന്ദന സുമതേ പാരം നിന്നുടെ ദർപ്പണിമീ സ്ത്രീകൾ കഥകളി അവതരിപ്പിക്കുമ്പോൾ അത് കലയെ, സമൂഹത്തെ, കലാകാരന്മാരെ ആസകലം ചേർത്ത് പിടിക്കലാണെന്ന് മനസ്സിലാക്കാൻ വിദേശികൾക്ക് പോലും സാധിക്കുന്നിടത്താണ് കഥകളി എന്ന പൈതൃക കല കടലും കടന്ന് ലോകത്തിന്റെ ആകെ കലയാകുന്നത്. നമസ്കാരം, എൻ്റെ പേര് യങ്മിയാണ്. ഐ എം ഫ്രോം സൗത്ത് കൊറിയ. ഐ എം ഹാപ്പി ടു ബി ഹിയർ, especially these 2 days, like a big program. Kalekulangara Kathakali Trust making big program. Specifically today, performers more focusing on like Thadi Besham. Usually we believed Thadi Besham is a man who has a very big body and who has power, Anganeane. But in this moment we see now is like Chalasanda performing long hours, 2-3 hours continuously with big like headgears, no problem at all. So we consider this now because of lady also get bigger, that is why we can perform. I don't think so. Thadi matram kundu alla. Shakti means it comes from inside. What is real power of woman? Nari Shakti parayana, woman power. What is Sri Besham? All Srigalkinde ee power evident verunu njan nokumbol Nari Shakti parayana is not only because of outer body, physical body. It comes from inside and more inclusively trying to involve more people. That is why real Shakti coming. That is why they can perform this the Thadi Besham probably. That is what I believe. ചെറുവേഷങ്ങൾ ചെയ്ത് പരിചയം വരണം. അരങ്ങിനെ പരിഭ്രമിക്കാതെ കാൽക്കീഴിലാക്കാൻ കഴിയണം. മേളക്കാരോടുള്ള സ്വരുമ, ഇത്തരം പല ഘടകങ്ങൾ കടന്നെങ്കിൽ മാത്രം കുറ്റിച്ചാമര വേഷങ്ങൾ നൽകിയിരുന്ന കാലത്തെ പൊതുബോധത്തെ പിന്നോട്ട് തള്ളിയാണ് കഥകളി ഗ്രാമത്തിലെ ചെറിയ കുട്ടികളടക്കം താടിയരങ്ങിൽ തങ്ങളുടെ ഗരിമ തെളിയിച്ചത്. താടിയരങ്ങിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനൊപ്പം കഥകളിയരങ്ങിന് ചിരപരിചിതമല്ലാത്ത കഥാവതരണത്തിനും കഥകളി ഗ്രാമം വേദിയൊരുക്കി. കാളിയമ്മി മഹാളണമ്മിണി വാളവീളവളാവളേ കാളിയമ്മി മഹാളണമ്മിണി വാളവീളവളാവളേ ആളിയാളി ശളാഹണി ജപജാള ഭൂവിക കാളിന ആളിയാളി ശളാഹണി ജവളാള ഭൂവിയ കാളിയ ജത്ത ഭർത്തയ ഹത്ത ശത്ത. കുരുക്ഷേത്ര യുദ്ധാനന്തരം കബന്ധനിബിഡമായ യുദ്ധഭൂമിയിലിറങ്ങി മാംസവും രുധിരവും പാനം ചെയ്യാനെത്തുന്ന കാളികൂളി വേതാളികളുടെ രാക്ഷസീയ ആനന്ദ നൃത്തം ഏറെ കൗതുകമുണർത്തിയ കാഴ്ചയായിരുന്നു. പരമായിടും ദുഷ്ട പ്രാകൃത ഭാഷയിൽ ചിട്ടപ്പെടുത്തിയ വരികളും അതിനൊത്ത നൃത്തച്ചുവടും കത്തി താടിവേഷങ്ങളെ വെല്ലുന്ന അലർച്ചകളും കലാശങ്ങളും അവതരിപ്പിച്ച് കഥകളി ഗ്രാമത്തിലെ പെൺതാരങ്ങൾ കളിയരങ്ങിന്റെ പെരുമയേറ്റി. കലയും അത് ഉൾക്കൊള്ളേണ്ട സമൂഹവും മാറ്റങ്ങളുടെ വേലിയേറ്റത്തിലൂടെ കടന്നുപോകുന്ന കാലത്ത്
കേരളത്തിന്റെ തനത് കലയെ പരിപോഷിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഈ തലമുറയും കച്ചമുറുക്കി ഒപ്പം നിൽക്കുന്നു എന്നത് പൈതൃക കലയ്ക്ക് മരണമില്ല എന്നതിൻ്റെ കയ്യൊപ്പാണ്. കല്ലേക്കുളങ്ങരയിലെ പെൺ നവതലമുറ ഉയർത്തുന്ന കേളികൊട്ട് ലോകത്തിന്റെ കലാതൽപ്പത്തിൽ പാരിജാതം പോൽ പരിലസിക്കട്ടെ. സർവമംഗളദം 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 ഭജേ